നിങ്ങളൊരു സീനിയർ ഡെവലപ്പർ ആണെങ്കിൽ അതായത് അറ്റ്ലീസ്റ്റ് ഒരു 4+ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു സിനാരിയോ ആയിട്ട് എന്തായാലും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ നമ്മുടെ കോളേജൊക്കെ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മളൊരു ഏതെങ്കിലും ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു ഫ്രഷറായിട്ട്. അവിടുന്ന് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഒരു ടെക് സ്റ്റാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു കമ്പനീൻ്റെ സ്പെസിഫിക് ഡൊമൈൻ ഒക്കെ നമ്മൾ പഠിച്ചെടുക്കും. അങ്ങനെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജോയിൻ ചെയ്ത ടൈമിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിപ്പം എൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണെങ്കിലും എൻ്റെ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കില്ലാണെങ്കിലും അതുപോലെ തന്നെ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണെങ്കിലും സിനാരിയോസ് ആണെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനും നമ്മുടെ കോഡിംഗ് സ്റ്റൈലാണെങ്കിലും നമ്മൾ എന്താ പറയുക ഇനിഷ്യൽ ഫേസിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പം കോഡിംഗ് സ്കിൽ എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 2 വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5-ാമത്തെ ഒരു 6-ാമത്തെ വർഷമൊക്കെ എത്തിയിട്ട് എഗെയിൻ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഈ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും. ഞാൻ എവിടെയാണോ നിന്നത്, അതായത് 2-ാമത്തെ 3-ാമത്തെ വർഷത്തില് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിന്ന് പിന്നെ അങ്ങോട്ട് എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല. ഞാൻ ആ ഒരു 3-ാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ 2-ാമത്തെ വർഷത്തിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അതിനുശേഷം എൻ്റെ ഒരു ഡെവലപ്മെന്റ് ജേർണിയിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് വന്നിട്ടില്ല. അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? ആ ഒരു നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കുറച്ച് ശീലങ്ങൾ, കുറച്ച് ഹാബിറ്റ്സ് കൊണ്ടാണ് ആക്ച്വലി ഇത് വന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് എന്താ പിന്നെ കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചില നിങ്ങൾ ട്രൈ ചെയ്യാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഒന്നും ആയിരിക്കില്ല, അറിയാതെ നമ്മൾ വന്നിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് കൊണ്ടാണ് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആകാത്തത്. അതായത് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിക്കും ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന്. ഒന്ന് ലുക്ക് ബാക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഇഷ്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പൊ പ്രായമുള്ളവരൊക്കെ പറയില്ലേ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയി പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുവാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെ ശീലം കൊണ്ടാണ് ബേസിക് ആയിട്ട് വരുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നിയ കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കൂടാതെ എന്തെങ്കിലും പോയിന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ പറയാ. എസ്പെഷ്യലി ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഒരു മിഡിലൊക്കെ നിൽക്കുന്ന എഞ്ചിനീയേഴ്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനു എന്നാണ്. ഇതുപോലെ ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. കൂടുതലായിട്ടും ഡെവോപ്സ്, AI, റിയാക്ട്, നെക്സ്റ്റ്.js, PHP ഈ വീഡിയോസ് ഒക്കെയാണ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റും കോഴ്സസ് ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട നിങ്ങളുടെ ഒരു ശീലം എന്താന്ന് ചോദിച്ചാല്, ഞാനടക്കം ഒരുപാട് ടെക് ട്യൂട്ടോറിയൽസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിപ്പം പെർ ഡേ 1-2 ട്യൂട്ടോറിയൽസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ട്യൂട്ടോറിയൽസ് കാണുന്നതുകൊണ്ടും അതിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടും ഒരു തെറ്റുമില്ല. പക്ഷേ അതിനൊരു ഡേഞ്ചറസ് സൈഡും കൂടി ഉണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഈ ട്യൂട്ടോറിയൽസിൽ ത്രൂ ആണ് ലേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡും കൂടെ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ ഒരു ട്യൂട്ടോറിയൽ പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ്.js ഒരു ട്യൂട്ടോറിയൽ എൻ്റെ ചാനൽ നോക്കിയിട്ട് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു വലിയൊരു ട്യൂട്ടോറിയൽ ആണ്, ഒരു 3 hours ഉള്ള ഒരു ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ പഠിച്ച് ആ ഒരു കുറച്ച് ദിവസം കൊണ്ടായിരിക്കും നിങ്ങളുടെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. ഇത് കണ്ട് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഹൗ ഫീലിംഗ് ആയിരിക്കും അല്ലെ, ഹൗ ഇത് തീർത്തല്ലോ എന്നുള്ള. അപ്പൊ നിങ്ങൾക്കൊരു ചിലർക്ക് ഇപ്പൊ ഒരു ഡിഗ്രി എടുത്തൊരു ഫീല് ചിലപ്പോൾ നമുക്ക് വരും. ഓക്കെ എനിക്കിത് പറ്റും, ഞാൻ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഓക്കെ ആണെന്നൊക്കെ തോന്നും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു നെക്സ്റ്റ്.js ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് വരാൻ തുടങ്ങുന്നത്. അതായത് ആ ട്യൂട്ടോറിയലിൽ പറയാത്ത കുറെ ബഗ്സും ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ChatGPT-നോടൊന്നും ചോദിച്ചിട്ട് ആൻസർ കിട്ടിയെന്ന് വരില്ല. അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി വരും, ഒരു ടെൻഷൻ വരും. ഈ ടെൻഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ യൂസ് കേസ് പോലും ചിലപ്പോൾ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ നിങ്ങൾ കുറച്ച് സ്റ്റക്കായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ട്യൂട്ടോറിയൽ എടുത്ത ആളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ ട്യൂട്ടോറിയലിന്റെ കുഴപ്പമാണ്, ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു
ട്യൂട്ടോറിയൽ കണ്ടുപിടിച്ച് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സ്വിച്ച് ചെയ്യും, അവിടുന്ന് എഗെയിൻ നിങ്ങൾ ലേൺ ചെയ്യും, പിന്നെയും നിങ്ങളത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യും. അപ്പോൾ അത് ട്യൂട്ടോറിയൽ എടുത്ത ആളുടെ കുഴപ്പമാണോ? ട്യൂട്ടോറിയലിൽ പ്രോബ്ലം ഇല്ല എന്നല്ല കേട്ടോ. ഇപ്പൊ ഞാനടക്കം എൻ്റെ തന്നെ ട്യൂട്ടോറിയൽസ് ചിലപ്പോൾ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു നല്ലൊരു ട്യൂട്ടോറിയൽ ആണെങ്കിൽ ആ ട്യൂട്ടോറിയലിന്റെ ഇഷ്യൂ അല്ലത്. അവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ട്യൂട്ടോറിയൽ കാണുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ഇ കൊമേഴ്സ് സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ ട്യൂട്ടോറിയൽ ആണ് കാണുന്നതെന്ന് വിചാരിച്ചോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയിരിക്കും, നിങ്ങളെല്ലാം മനസ്സിലായി, എല്ലാം ഓക്കെയാണ്. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ കയറി ആ പ്രൊജക്റ്റ് ക്ലോൺ ചെയ്തെടുത്ത് അതിന്റെ ഇന്റർഫേസും ആ ഒരു ഡെവലപ്പർ ചെയ്ത കോഡെല്ലാം നോക്കി എല്ലാം നമുക്ക് മനസ്സിലാവും. ഇനി സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്വന്തം ഇതിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്യൂ വരും. അവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽ എടുക്കുന്ന ആള് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതായത് ഏത് പാക്കേജ് ആണ് യൂസ് ചെയ്യുന്നത്, ഒരു കുത്തും കോമയും വിടാതെ അയാളുടെ കോഡ് കംപ്ലീറ്റ് ആയിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാത്തിനും തലയാട്ടിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് വരും. അതിന്റെ റീസൺ എന്താ? ഈ ട്യൂട്ടോറിയൽ എടുക്കുന്ന ആള് ആ ഒരു ട്യൂട്ടോറിയൽ എടുക്കുന്നതിന് മുന്നേ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പ്രൊജക്ട് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രാക്ടീസിന്റെ ടൈം ചിലപ്പം 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസം വരെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ലേണിംഗ് ടൈം ഉണ്ടാവും അയാൾക്ക്. അപ്പൊ ആ സമയത്ത് അയാൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഡീബഗിങ്ങിന് വേണ്ടിയിട്ട് 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ഈ ട്യൂട്ടോറിയലിൽ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റൂല. നിങ്ങൾ തന്നെ എൻ്റെ യൂട്യൂബ് ട്യൂട്ടോറിയലിന്റെ അണ്ടറിൽ പറയാറുണ്ട്, 30 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് സ്കിപ്പ് ചെയ്യാനാണ് ഓഡിയൻസിന് ഒരു ടെൻഡൻസി വരും, അതിൽ കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല, സ്കിപ്പ് ചെയ്യുമെന്ന്. അപ്പൊ ഇത് തന്നെയാണ് ഇഷ്യൂ. അപ്പൊ എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ യൂട്യൂബ് വീഡിയോന്റെ ലെങ്ത് കൂടും. നമ്മൾ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ആ ട്യൂട്ടോറിയൽ എടുക്കുന്ന ആള് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നത്. അപ്പൊ അതുവരെ ഉള്ള ഡീബഗിങ് ഇഷ്യൂസും ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല, നിങ്ങൾ കണ്ടിട്ടുമില്ല. ഇപ്പൊ ചിലർ ലൈവായിട്ട് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ആ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെവലപ്പറാണ് ഡെഫിനറ്റ് ആയിട്ടും അത്യാവശ്യം ലേൺ ചെയ്യാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന ഇഷ്യൂസ് ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ ത്രൂ കാണുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ ചോദിച്ചാൽ, ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ട്യൂട്ടോറിയലിന്റെ കൺസ്യൂമർ മാത്രമായിട്ടിരിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ആ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് ഏറ്റെടുക്കുക. ഇഷ്യൂസ് വരിക, ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വരും. അതിന് നിങ്ങൾ സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങുക. അതായത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ എൻ്റെ ഒരു ഡെവലപ്മെന്റിന്റെ ജേർണിയിൽ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ടൂളും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ആകെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ ആയിരുന്നു. അപ്പൊ അതിലൊക്കെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സീനിയർ ഡെവലപ്പേഴ്സിനോട് ചോദിച്ചാൽ മതി. നമ്മൾ പോസ്റ്റ് ചെയ്ത് 2-3 ദിവസം ചിലപ്പോൾ ഒരു ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ ക്വസ്റ്റിന്റെ ഫോർമാറ്റിങ്ങിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്ത് അവർ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് റിക്കവറി ഒക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങളുടെ സീനിയർ ഡെവലപ്പേഴ്സ്, ഞാനടക്കം ഒരുപാട് പേര് ഇങ്ങനെ ഫേസ് ചെയ്താണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ ആയിട്ട് മാറിയത്. അപ്പൊ നിങ്ങളും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ആൻസൈറ്റിയും ഒക്കെ വരും, ഇഷ്യൂസ് വരുമ്പം. പക്ഷെ അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വന്നു, നിങ്ങൾ ചിലപ്പോൾ 4-5 മണിക്കൂർ എടുത്ത് അത് ഫിക്സ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അസറ്റാണ് ഭാവിയിലേക്ക്. സെയിം ഇഷ്യൂ നിങ്ങൾക്ക് ഭാവിയിൽ വന്നാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കളയുന്ന ഒരു 4 മണിക്കൂർ ചിലപ്പം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു 73 അല്ലെങ്കിൽ 53 മണിക്കൂറിന്റെ ഒരു സേവ് ആയിരിക്കും. അത് ഈ കമ്പനിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചീത്ത കേൾക്കുന്നുണ്ടാവും ഈ നിങ്ങളുടെ ടൈം കളയുന്നതിന്. പക്ഷെ വേറൊരു കമ്പനിയിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഡെവലപ്പർ ആയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കൊണ്ടെത്തിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദയവേത് കമന്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് കുറച്ച് എലാബറേറ്റ് ആയി പോയി എന്നറിയാം, പക്ഷെ എല്ലാം പറഞ്ഞാലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഞാൻ ഫ്രം ബോട്ടം ഓഫ് ഹാർട്ട് എൻ്റെ ഏറ്റവും എക്സ്പീരിയൻസിന് തന്നെയാണ് നിങ്ങൾക്ക് പറയുന്നത്. എനിക്ക് ഇനിഷ്യൽ ഫേസിൽ ജാവാസ്ക്രിപ്റ്റും CSS അത്രയും ഡിഫിക്കൽട്ട്
റിസൾട്ട് ആയിരുന്നു. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്ക് എൻഡിന്റെ ഡെവലപ്മെന്റിനേക്കാളും കൂടുതൽ ടൈമും എഫേർട്ടും വേണ്ട ഒരു കാര്യം ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാനാണ്. അതായത് എനിക്ക് മാത്രം തോന്നലാണോ എന്ന് അറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഓഫ് കോഴ്സ് എന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും, അത് തീർച്ചയായും വരും. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നാറുണ്ട്, ഒരു കോൺസെപ്റ്റ് ലോജിക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ജാവാസ്ക്രിപ്റ്റ് നിങ്ങളുടെ കൊറിയിൽ എസ്ക്യൂലോ പോസ്റ്റ്ഗ്രസോ ഏതാണോ നിങ്ങളുടെ കൊറിയും ബാക്ക് എൻഡിന്റെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാം. ഫ്രണ്ട് എൻഡ് ആണ് എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സ് ആണെങ്കിലും കുറച്ചുകൂടെ ടൈം കൊടുത്ത് ചെയ്യേണ്ട വരും. കുറച്ചും കൂടെ നമ്മുടെ ടൈം പോകുന്നത് ഫ്രണ്ട് എൻഡിലാണ് ഫംഗ്ഷനാലിറ്റി എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും, ഞാനതിന് ബഹുമാനിക്കുന്നു, അത് നിങ്ങൾക്ക് പറയുന്നതിനും ഒരു തെറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇനിഷ്യൽ ഫേസിൽ ഈ ജാവാസ്ക്രിപ്റ്റിലൊക്കെ അത്ര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇഷ്യൂസ് ഞാൻ ആദ്യമൊക്കെ എനിക്ക് നിങ്ങളെ പോലെ തന്നെ ഇട്ടിട്ട് പോകണം, ബാക്ക് എൻഡിൽ മാത്രം നിന്നാൽ മതി, എന്നെക്കൊണ്ട് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പഠിച്ച് ഈ ഒരു നിൽക്കുന്ന സ്റ്റേറ്റിൽ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാം, അത്രയും ഞാൻ ഫേസ് ചെയ്ത അത്രയും ഇഷ്യൂ, അന്ന് ഞാൻ കേട്ട അത്രയും വഴക്ക്, എന്റെയൊക്കെ ഇതിന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന കുറെ ടീം ലീഡ്സ് ഒക്കെ എന്നെ അത്രയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. കൂടി ഇരുന്നിട്ട് ഈ CSS എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, CSS വർക്ക് ചെയ്തവർക്കറിയാം, ചെയ്തോണ്ടിരിക്കുന്നവർക്കറിയാം, ആ ഒരു ഇഷ്യൂ നമ്മുടെ അത്രയും ടൈം കളയും. ചിലപ്പോൾ ഒരു ദിവസം എടുക്കും ചെറിയൊരു CSS ഇഷ്യൂന്, അല്ലെങ്കിൽ ഒരു കൺസോളർ കിട്ടാത്ത ഒരു ഇഷ്യൂന്. അപ്പൊ ഒരു എന്താ പറയാ ഡെവലപ്മെന്റ്, ഞാൻ ഇനി വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഡെവ് ടൂൾസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഡീബഗിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയുന്ന അത്രയും ടൈം നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു അസറ്റാണ്. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലിന്റെ വ്യൂവർ മാത്രമായിട്ട് നിൽക്കാതെ അതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക. ഞാൻ ആ ക്ലീൻ കോഡ് ആർക്കിടെക്ചറിൽ പറഞ്ഞ പോലെ ഒരു ഫിയർ ഓഫ് റീഫാക്ടറിങ് ഉണ്ടാവും എല്ലാവർക്കും. അതിന്റെ ഇനിഷ്യൽ ഫേസിൽ റീഫാക്ടറിങ്ങിന് ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഒരു പ്രൊജക്ടിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വർക്ക് അസൈൻ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് ഏറ്റെടുക്കുക, പ്രൊജക്ടിന്റെ കോപ്പി എടുക്കുക, അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AI എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഇല്ലാത്ത ഫെസിലിറ്റി ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും പ്രാക്ടിക്കലി ചെയ്യുക. ജസ്റ്റ് ഒരു കണ്ടുകൊണ്ട് മാത്രം ഇരിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ശീലം, ഇത് പക്ഷെ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ കൊളീഗ്സുമായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പിടിച്ചങ്ങോട്ട് കമ്പയർ ചെയ്യും. അതായത് ഇപ്പൊ ചില ന്യൂസ് ലെറ്റേഴ്സിലൊക്കെ നമ്മളിപ്പോ വായിക്കും, 15 വയസ്സുള്ള ഒരു കൊച്ചു ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അവർ പെർ മന്ത് ഇത്ര $, ഏൺ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളങ്ങ് ഡിപ്രസ്ഡ് ആവും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ആ ആപ്ലിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ എന്റെ ആപ്ലിക്കേഷൻ ഒന്നും അല്ല, ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് ചിലപ്പോൾ ചിലവര് അവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ ചിലപ്പോൾ 15 പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് അത് അത്രയും ഫെയിലായി, അത് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ചിലപ്പോൾ ഒരു 16ാമത്തെ 17ാമത്തെ പ്രൊജക്റ്റ് ആയിരിക്കും ഇപ്പൊ വിൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ ചില ട്യൂട്ടോറിയൽസിൽ ചില ഇൻഫ്ലുവൻസേഴ്സ്, കോഡിംഗ് ഇൻഫ്ലുവൻസർമാരൊക്കെ 10-20 മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മളെ ഒരു ഡിപ്രഷൻ ആക്കും. അതായത് ദൈവമേ ഈ ഒരു JWTയുടെ കോൺസെപ്റ്റ് എന്താ, അത് മനസ്സിലാക്കി എടുക്കാൻ അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ പറഞ്ഞ 20 മിനിറ്റ് 1 മണിക്കൂർ വേണല്ലോ എന്ന് ഓർത്തിട്ട് എഗെയിൻ നമുക്കൊരു ടെൻഷൻ വരും. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഒരിക്കലും അട്രാക്റ്റീവ് ആകുന്ന നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഗീവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെൻഡൻസി വരും. ഇതിൽ നന്നായിട്ട് അപ്പൊ എപ്പോഴും നമ്മൾ വിചാരിക്കും, അയ്യോ അവർ അതിനേക്കാളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, ഇത് ഞാൻ ഒരിക്കലും ആരുമായിട്ട് ഷെയർ ചെയ്യൂല, ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ വാല്യൂ ചെയ്യൂല. മാത്രമല്ല ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും ബാക്കിയുള്ളവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ജേർണി ഉണ്ട്, ആ ജേർണിയിൽ എല്ലാവരും ഫെയിൽ ആയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു റീല് നല്ല എന്താ പറയുക വാച്ച് ടൈം ഒക്കെ കുറെ പേരിലേക്ക് റീച്ച് ആയ ഒരു റീൽ എടുക്കുമ്പോൾ ആ റീലിന് പുറകിൽ ചിലപ്പോൾ ഒരു 10-300 ബ്ലൂബേഴ്സ് വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എഫോർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഒരിക്കലും നമ്മളെ കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കാതെ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുക, നിങ്ങളുടെ ഓൾഡസ്റ്റ് വേർഷനുമായിട്ട് കമ്പയർ ചെയ്യുക. ഓരോ 6 മന്തിനുള്ളിലും നമ്മുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കുക, നമ്മുടെ
ഡിഫിക്കൽട്ടി വെച്ച് മനസ്സിലാക്കുക, നമ്മുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ റെക്ടിഫൈ ചെയ്യുക. അതായത് ചിലവർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പൊ ചിലവരുടെയൊക്കെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ ഗിറ്റ് ഹബിന്റെ കോൺട്രിബ്യൂഷൻ ഗ്രാഫ് കണ്ടിട്ട് പോലും ഡിപ്രസ്ഡ് ആയി പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അതൊക്കെ വലിയൊരു ഇതാണ്. ഡിപ്രഷൻ വേണ്ട, ജസ്റ്റ് ഒരു ഒരു എന്താ ആൻസൈറ്റി വരുന്നവരുണ്ടെന്ന്. അപ്പൊ ഒരു അവനവന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. അവരതൊക്കെ ഓവർകം ചെയ്തതാണ്. സ്റ്റിൽ അവർ ചിലപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മളോട് ഷെയർ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും മോശമാണ്, ആ ഒരു ചിന്തേന്റെ ആവശ്യമില്ല. നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ശീലങ്ങൾ. അതുപോലെ തന്നെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങ് മോട്ടിവേറ്റ് ആവും. അത് മോട്ടിവേറ്റ് ആയി പെട്ടെന്ന് ഓക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ഞാൻ ഇത് ഇത്ര പഠിക്കും. ആ ഒരു വീഡിയോന്റെ ഒരു ഇൻസ്പിറേഷൻ ചിലപ്പോൾ 10-20 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ് ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും പിന്നെ വന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പൊടി തട്ടി എടുക്കുന്നത്. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ ഈ ഗ്രാഫ് ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മളിപ്പോ കോളേജിൽ സ്കൂളിലൊക്കെ ആ പഠിച്ചുകൊണ്ടിരുന്ന അതേ ഇതിൽ തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു വർക്കിനെയും കാണാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഒരു ഒരു ടൈം ആണെങ്കിലും എഫേർട്ട് ആണെങ്കിലും ഇട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.